ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. മനസ്സിലായ? ചങ്കൂറ്റുണ്ടാ എന്റെ നെഞ്ചത്ത്. എന്റെ ഏട്ടൻ പണിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? ചേട്ടന്മാരെ, ഞാൻ എന്താ പണിക്ക് പോവാത്തെന്നറിയോ? ഞാൻ പണിക്ക് പോയവൻ തന്നെടാ പുല്ലുകളെ. നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം. 2026 പുതുവത്സരമാണ്. അതുകൊണ്ട് തന്നെ സന്തോഷമുള്ള ഏതെങ്കിലും ഒരു വീഡിയോ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. ഇന്ന് കണ്ടന്റ് ക്ഷാമം വളരെ കൂടുതലാണ്. അങ്ങനെ തന്നെ പല കണ്ടന്റുകളും നോക്കി നമ്മുടെ ഗബ്രീസ് അടിച്ചു പിരിഞ്ഞു പോയി എന്നൊക്കെ പറയും. അതിനെക്കുറിച്ചൊക്കെ വീഡിയോ ചെയ്യുന്നൊക്കെ വിചാരിച്ച് പിന്നെ കരുതി എത്ര ദൂരം പോകും നോക്കട്ടെ, ഇത് അവരുടെ പബ്ലിസിറ്റി സ്റ്റണ്ടാണോ എന്നൊന്നും അറിയത്തില്ലല്ലോ. അതങ്ങനെ നടക്കട്ടെ എന്ന് കരുതി ഗബ്രി ആരെയൊക്കെ തന്തയ്ക്ക് വിളിച്ചു എന്നൊക്കെ കേട്ടു. വേണ്ട എന്ന് കരുതി. അതിനുശേഷം നമ്മുടെ ജാസിയുടെ വീഡിയോ ഇടണമെന്നൊക്കെ നോക്കി. വേണ്ട, അതും വേണ്ട. 2026 നല്ല ഏതെങ്കിലും ഒന്ന് സന്തോഷം പകരുന്ന, ഹൃദയത്തിന് സന്തോഷം വരുന്ന, കുറച്ച് ചിരിക്കാൻ പറ്റുന്ന എന്തെങ്കിലും വീഡിയോ ഉണ്ടോന്നായിരുന്നു എൻ്റെ തിരക്കൽ. ആ തിരക്ക് ചെന്ന് നിന്നത് സത്യം പറഞ്ഞാൽ ഇൻസ്റ്റയിലാണ്. ഇൻസ്റ്റയിൽ പോയി നിന്ന് എനിക്ക് മനസ്സിന് സന്തോഷം കൊണ്ട് ഞാൻ ചിരിക്കുകയും ഒരുപാട് ആഹ്ലാദം തരികയൊക്കെ ചെയ്ത ഒരു വീഡിയോ ആണ്. 2 യുവ മിഥുനങ്ങളുടെ വീഡിയോ ആണ് ഞാൻ കണ്ടത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ചിരിക്കണോ, കരയണോ, പരിതപിക്കണോ എന്നൊന്നും എനിക്കറിയത്തില്ല. അങ്ങനെ പോയൊരു വീഡിയോയെ കുറിച്ച് നമുക്ക് പറയാം. നിങ്ങൾക്ക് കുറച്ച് ചിരിക്കാനുള്ള സാധനങ്ങൾ, അതിനോടൊപ്പം ചിന്തിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ കിട്ടും. അതിനോടൊപ്പം ഒരു കാര്യം കൂടി പറയേണ്ടത്, 2026 വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അപ്പോൾ എൻ്റെ അന്വേഷണം ചെന്ന് നിന്നത് ഇണപ്രാവുകളിലാണ്. അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു ഒരു പ്രണയകുമാരി അല്ലേ. ഇണപ്രാവുകൾ. മഞ്ജു സുനിത എന്ന് പറയുന്ന ഒരു അക്കൗണ്ടിൽ, ഒരു ഇൻസ്റ്റ അക്കൗണ്ടിലാണ് ഏതാണ്ട് 13.3K ഫോളോവേഴ്സ് ഉണ്ട്. പിന്നീട് കുറെ പോസ്റ്റിൽ ഏതാണ്ട് 271 പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. മില്യൺസ് ആണ് വ്യൂ. ഞാൻ കരുതി എന്തിനപ്പ എന്ന് കരുതി നോക്കിയപ്പോൾ കുറച്ച് റീലുകൾ കണ്ടു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരുപാട് ചിരിച്ചു. അതിനോടൊപ്പം കുറച്ച് സഹതാപം തോന്നി. എന്നൊക്കെ അതിനെക്കുറിച്ച് സംസാരിക്കാം. ഞാൻ ഈ ഒരു റീല് കണ്ട് അതിനുശേഷം നോക്കി, എൻ്റെ കർത്താവ്, പിന്നെ എനിക്ക് ഇൻസ്റ്റ തുറക്കാൻ പറ്റുന്നില്ല. ഞാൻ ഈ ആദ്യം 1-2 ഈ റീല് കണ്ടുകൊണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ഇൻസ്റ്റ തുറക്കുമ്പോൾ കംപ്ലീറ്റും ഈ ഇണപ്രാവുകളും നമ്മുടെ മറ്റേ കലിപ്പനും കാന്താരി ആ ലെവലാണ്. ഇണപ്രാവുകളുടെ റീലുകളേ ഉള്ളൂ. അതുകൊണ്ട് എനിക്കൊരു നിവർത്തിയുമില്ല. അതുകൊണ്ട് ഏറ്റവും ഫേമസ് ആയ, ഇപ്പോൾ ട്രെൻഡിങ്ങിൽ നിൽക്കുന്ന ആദ്യത്തെ ഒരു റീല് കണ്ടുകൊണ്ട് ഇവരാരാണ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് സംസാരിക്കാം. അപ്പൊ എല്ലാവരും നല്ല ധൈര്യമായിട്ടിരുന്നു. ഈ 2021 കുറച്ച് ചിരിക്കാനുള്ള ഒരു വകയുണ്ട്. ഫസ്റ്റ് റീല് ഞാനിവിടെ വയ്ക്കുന്നുണ്ട്. ഓക്കെ, ഹായ് ഫ്രണ്ട്സ്, ഇപ്പൊ എനിക്കൊരു കമന്റ് തന്നിട്ടായിരുന്നു. നീ ചങ്കുറ്റോടെ മീസ പിരിച്ചതുകൊണ്ട് ആണാവില്ല, ഇവളിനെ ഒരു സേഫ്റ്റി ആയിട്ടുള്ള സ്ഥലത്ത് ഏൽപ്പിക്കുന്നത്, അതായത് വീട് നോക്കി ഏൽപ്പിക്കുന്നത്. ഇവളുടെ സേഫ്റ്റി എവിടെയാണെന്നറിയോ? വീടല്ല, ഈ നെഞ്ചത്ത്. മനസ്സിലായില്ലേ? ഇവളിന്റെ സേഫ്റ്റി എന്ന് പറയുന്നത് ഈ നെഞ്ചത്താണ്. ഇല്ല, ഒരു കുടില് കെട്ടിയിട്ട് അവിടെ ഇരുത്തിയിട്ടല്ല ഒരു സേഫ്റ്റി. ഒരു പെണ്ണിന്റെ ധൈര്യം, ചങ്കുറ്റം എന്ന് പറയാൻ അവളുടെ കൂടെ ഒരാണുണ്ടല്ലോ എന്നുള്ളതാണ് അവളുടെ സേഫ്റ്റി. മനസ്സിലായില്ലേ? മനസ്സിലായല്ലോ? നിങ്ങൾക്ക് കാര്യം മനസ്സിലായല്ലോ? ഒരു പെണ്ണിന്റെ സേഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടും കുള്ളൊന്നുമല്ല, എൻ്റെ നെഞ്ചത്താണ് ഇവളുടെ സേഫ്റ്റി. അതായത് ബേക്കിൽ ആ പെൺകുട്ടി, അതായത് ഇവന്റെ ഭാര്യ, അതായത് ഇവന്റെ ഭാര്യ ബാക്കിൽ ഇരിപ്പുണ്ട്. അപ്പൊ ഇവളുടെ പേരെന്തായിരുന്നു പറഞ്ഞത്? ഇതൊരു ഇണപ്രാവുകൾ മഞ്ജു സുനിത. അപ്പൊ ഇവന്റെ പേരെന്താണെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ എനിക്കറിയത്തില്ല. എന്തോ ആയിക്കോട്ടെ, പോരെ. ഓക്കെ, അപ്പോൾ ഇവളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചത്തിന് വീടും കുടിയൊന്നും ആവശ്യമില്ല. അവളുടെ സേഫ്റ്റി എന്ന് വെച്ചാൽ എൻ്റെ നെഞ്ചത്താണ്. മനസ്സിലായോ? ഒരു പെണ്ണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാണ് അവളുടെ കൂടെ ഉള്ളതാണ് അവളുടെ സേഫ്റ്റി എന്നാണ് ഇവൻ പറയുന്നത്. അതിന്റെ തൊട്ടു ബേക്കിലിരുന്ന അവന്റെ ഭാര്യ വളരെ അഭിമാനത്തോടു കൂടി ചേട്ടന്റെ ആ ഒരു ധൈര്യം കണ്ട് കുളിര് കൊള്ളുന്ന ഒരു ഭാര്യയെ നമുക്ക് അവിടെ കാണാം. അവരൊരിക്കലും കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഭർത്താവ് എങ്ങനെയാണോ ആ രീതിയിൽ, ഭർത്താവ് എന്നെ ഈ രീതിയിലാണ് എന്നെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്നുള്ളൊരു വിശ്വാസ്യത ആർക്കുണ്ട്? ഈ ബേക്കിലിരിക്കുന്ന സുനിതയ്ക്കുണ്ട്. സുനിത പറയുന്നത് അതാണ്. സുനിത സമ്മതിച്ചു. സുനിതയുടെ ആ മുഖഭാവത്തിൽ ഇവൻ പറയുന്നതേ ഉള്ളൂ. മീശയൊക്കെ വിരിച്ച് നമ്മളെ മീശ കുഞ്ഞിനാ നീയൊക്കെ പറഞ്ഞില്ലേ വീട് വെച്ച് വെക്കണമെന്ന്. വീടും കുടിലൊന്നും അല്ല, അവളുടെ സേഫ്റ്റി
എന്ന് പറഞ്ഞാൽ എൻ്റെ നെഞ്ചാണ്, മനസ്സിലായോ? അവളുടെ സേഫ്റ്റി. അതുകൊണ്ട് നീയൊക്കെ എൻ്റെ അടുത്ത് കൂടുതൽ ഉണ്ടാക്കണ്ട എന്നാണ് പറഞ്ഞത്. എന്തുകൊണ്ടാണ് ഈ കമന്റ് ഇങ്ങനെ ഇടാൻ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ വീട് നിങ്ങൾ ആദ്യം കാണണം. ഇവരുടെ വീട്, ആ വീട് ഞാനിപ്പോൾ ഇവിടെ വയ്ക്കാം. ഇതാണ് ഞങ്ങളുടെ വീട് ചോദിച്ച ചേച്ചിക്ക് അയച്ചു തരുന്നത്. ഇതാണ് ഞങ്ങളുടെ വീട്. ആ ചേച്ചിക്ക് വേണ്ടി ഞങ്ങൾ ഈ വീട് കണ്ടോ, ഇതാണ് അവരുടെ വീട് എന്ന് അവർ പറയുന്നത്. അതായത് അത് വീടെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? വീടെന്ന് പറയാൻ പറ്റത്തില്ല. അതൊരു ടാർപ്പാളമാണ്. രണ്ട് ചെറിയ ചെറിയ ഫ്ലെക്സുകളൊക്കെ കൊണ്ടുവച്ചിട്ട് ഒരു ടാർപ്പാളം. ഈ വീടിനകത്ത് കിടക്കുന്നത് കൊണ്ടാണ് ആരോ കമന്റ് ചെയ്ത് ചോദിച്ചു, എടാ നീ എന്ത് ചെയ്യണം, അവരെ സേഫ്റ്റി ആയിട്ട് അല്ലെങ്കിൽ സേഫ് ആയിട്ട് ഏതെങ്കിലും കുടിലോ ചെറിയൊരു വാടക വീട്ടിലോ കൊണ്ട് താമസിപ്പിക്കാൻ ഒരു പ്രേക്ഷകൻ പറഞ്ഞത്. അതിന് കൊടുത്ത മറുപടിയാണ്, ഈ വീടൊന്നും അല്ല, അവർക്ക് വീടിലും കുഴപ്പം, എൻ്റെ നെഞ്ചാണ് അവൻ്റെ സേഫ്റ്റി എന്ന് പറയുന്നുണ്ട്. ഇവന് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ട്, യവൻ്റെ അടുത്ത് സഹതാപവും സ്നേഹമൊക്കെ ഉണ്ട്, അത് വേറൊരു ഇതില്. പക്ഷേ ചില കാര്യങ്ങൾ യവന് നല്ല തണ്ടും തടിയൊക്കെ ഉണ്ട്. ഇവൻ വിചാരിച്ചു കഴിഞ്ഞാൽ വേണമെങ്കിൽ ഒരു നല്ലൊരു വീട്, വലിയ ഈ പറയുന്ന കൊട്ടാരമൊന്നും വേണ്ട, ചെറിയൊരു വീട്, ഒരു 1000 രൂപ കൊടുത്തല്ലേ ഒരു 500 രൂപ വാടക വീട് കിട്ടും, അവിടെ കൊണ്ടവരെ താമസിപ്പിക്കാമായിരുന്നു. പക്ഷെ അതല്ല, അളിയന് ജോലിക്ക് പോകാനൊന്നും പറ്റില്ല. അളിയൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ ഈ പറയുന്ന എന്താണ്, ഈ ആക്രി വിൽപ്പനയാണ് ജോലി. ഡെയിലി എനിക്ക് 250 കിട്ടും. ഞാൻ വേറൊരു വീട്ടിൽ കണ്ട് കുറെ പൈസ 500 200 നോട്ടം കണ്ടാ, ഞാൻ അധ്വാനിച്ചുണ്ടാക്കിയതാണ്, ഇടയ്ക്കിടയ്ക്ക് തെറി, എന്നിട്ട് നീയൊക്കെ എൻ്റെ അടുത്ത് ജോലിക്ക് പോകുന്നില്ലേ എന്ന് ചോദിക്കൂ എന്നൊക്കെ. അപ്പൊ ഇവൻ്റെ അടുത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെ കാര്യമൊക്കെ ശരി, നെഞ്ചിൽ തന്നെയാണ് സേഫ്റ്റി കാര്യങ്ങൾ, എങ്കിലും കുറച്ചും കൂടി സേഫ്റ്റി ഇഴജന്തുക്കൾക്ക് അറിഞ്ഞൂടല്ലോ. അവിടെ കൂടി പറഞ്ഞ പാമ്പ് ഇഴജന്തുക്കൾക്ക് അറിഞ്ഞൂടല്ലോ, നിന്റെ പെണ്ണാണ്, അവളുടെ സേഫ്റ്റി എന്ന് പറഞ്ഞാൽ നിന്റെ നെഞ്ചത്താണെന്ന് അവർക്ക് അറിയാം. അവരൊന്ന് കുത്തിയിട്ട് പോയി കഴിഞ്ഞാൽ, ഒന്ന് മാന്തിയിട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ തീരും. അതുകൊണ്ട് ഒരു ചെറിയൊരു വീട് വെക്കുന്നതായിരിക്കും അണ്ണ കൊള്ളാത്തത്. ഇനി ഇവർക്ക് നിരന്തരം വരുന്നൊരു സംഭവം, ഇവൻ ജോലിക്ക് പോകുന്നില്ല എന്നുള്ളതാണ്. അവൻ ജോലിക്ക് പോകാതെ സ്ഥിരം ഈ പറയുന്ന റീലിടക്കമാണ് ഇവന്റെ പണി എന്നുള്ളതാണ്. അതിന് നമ്മുടെ കൽപ്പന്റെ കാന്താരി കൊടുക്കുന്ന ഒരു ഉത്തരം നിങ്ങൾ കേൾക്കണം. ഓക്കെ, എന്റെ ഏട്ടൻ പണിക്ക് പോയില്ലെങ്കിൽ നിങ്ങൾക്ക് എന്താ പ്രശ്നം? എന്താ പ്രശ്നം? നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിക്കാൻ വന്ന ഞാന്. അത് ഞങ്ങളുടെ വീട് കയറിയിട്ട് ഞങ്ങൾ പൈസ ചോദിക്കാനോ എന്തെങ്കിലും വന്നോ? ഞാൻ പണിക്ക് പോവില്ല. നിങ്ങൾ തന്നിട്ടാണോ ഞങ്ങൾ ചെലവിന് കഴിയുന്നത്? എന്ത് ചെയ്യും? അല്ലല്ലോ, എന്റെ ചേട്ടൻ പണിക്ക് പോകില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ പ്രശ്നോ? പറ, നിങ്ങൾക്ക് എന്തോ പ്രശ്നോ? നിങ്ങളുടെ ചെലവിനാണോ എൻ്റെ ചേട്ടൻ കഴിയുന്നത്? ആണോ? അവിടെ ഈ പെൺകുട്ടി പറയുമ്പോഴും സ്വന്തം ഭർത്താവിനെ ആരോ എന്തോ പണിക്ക് പോകുന്നില്ല എന്ന് പറഞ്ഞ് കുറ്റപ്പെടുത്തിയപ്പോൾ ആ ഒരു ദേഷ്യമാണ് ഇവിടെ കാണിക്കുന്നത്. അതിനെ അഭിമാനിച്ചുകൊണ്ട് നേരത്തെ ഭർത്താവ് പറഞ്ഞ ഭർത്താവിന്റെ വീട്ടിൽ അഭിമാനപൂർവ്വം നിൽക്കുന്ന ഭാര്യയെ കണ്ടു. ഇവിടെ ഇപ്പൊ ഭാര്യ സ്വന്തം ഭർത്താവിന് വേണ്ടിയിട്ട് സംസാരിച്ചപ്പോൾ അതിന്റെ പേക്കില് എന്താണ്, അഭിമാനത്തോടു കൂടി നിൽക്കുന്ന ഭർത്താവിനെ കൊണ്ട് എന്തൊക്കെ കുറ്റം പറയുമ്പോൾ രണ്ടും പരസ്പരം നല്ല സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. മനസ്സിലായോ? സ്നേഹത്തിലാണെന്ന് തോന്നുന്നു. അപ്പം ഇവൻ പണിക്ക് പോകത്തില്ല. അപ്പൊ ഇവർ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്, പണിക്ക് പോകില്ല എന്തായിരിക്കും, നിങ്ങളുടെ ഒന്നും തെണ്ടി അല്ലല്ലോ ജീവിക്കുന്നു. അപ്പൊ ഞാൻ വേറൊരു റീല് കണ്ട് ആരോഗ്യം ഇവർക്ക് ക്യാഷ് ഇട്ട് കൊടുക്കുന്നു എന്ന റീലുണ്ട്. ഇനി അതിന് വേണ്ടിയിട്ടാണോ ഇവര് ഇതൊക്കെ ഇടുന്നതെന്ന് എനിക്ക് അറിയത്തില്ല. ജോലിക്ക് പോവാതെ ഇങ്ങനെ അതൊരു ട്രെൻഡാണല്ലോ, അതിന് വേണ്ടിയിട്ടാണോ എന്ന് അറിയത്തില്ല. ഇവർ പറയുന്നത് ഞാൻ ജോലിക്ക് പോവില്ല, അവള് പറഞ്ഞ് എനിക്ക് ജോലിക്ക് പോകണം, എനിക്ക് ഈ ജോലി മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവരെ വീഡിയോ ഇടുന്നത്. അടുത്ത മറ്റൊരു റീല് കാണാം. കുറെ റീലുകളുണ്ട്, എല്ലാ റീലും നമുക്ക് ചിരിക്കാനുള്ളതും ചിന്തിക്കാനുള്ളതും ഒക്കെ ആയ റീലുകളുണ്ട്. അടുത്ത റീല് കാണാം. ഹായ് ഫ്രണ്ട്സ്, പിന്നെ എന്നെ പണിക്ക് പോകാൻ പറഞ്ഞവരിനോട് എനിക്ക് പറയാനുള്ളത് ഒന്നുള്ളൂ. ചേട്ടന്മാരെ, ഞാൻ എന്താ പണിക്ക് പോവാത്തെന്നറിയോ? ഞാൻ പണിക്ക് പോയവൻ തന്നെടാ പുല്ലുകളെ, മനസ്സിലായ? പണിക്ക് പോകാണ്ടിരുന്നൊന്നല്ല. എന്റെ പെണ്ണ് പറഞ്ഞിട്ട് തന്നെയാ ഞാൻ ഈ ജോലിക്ക് ഇറങ്ങിയത്. എന്താ കാരണം എന്നറിയോ? അവൾക്ക് അത്രയും വിഷമങ്ങളും സങ്കടങ്ങളും ഉണ്ടായിരുന്നു. എന്താന്നറിയോ? അതും ഞാൻ പറയാ, ഈ വീഡിയോ തട്ടിമാറ്റി കളയരുത്, മനസ്സിലായില്ലേ? ഞാന് കൊടുവായൂര് പണിക്ക് പോയിക്കൊണ്ടിരുന്നവൻ തന്നെയാ ഞാന്, മനസ്സിലായ? ഇവള് ഈ സമയത്ത് സ്റ്റേഡിയത്തിരിക്കും. അപ്പൊ സ്റ്റേഡിയത്ത് പല വായി നോക്കിയകളും അമ്മയും മങ്ങന്മാരെ തിരിച്ചറിയാത്തവരുമാരും വന്ന് ഇവളുടെ അടുത്ത് വന്നിട്ട് അനാവശ്യം പറയലും ചെയ്യലും തുടങ്ങി. അപ്പോൾ ഇവള് എന്നോട് കാര്യങ്ങൾ പറഞ്ഞു, മനസ്സിലായ? അപ്പൊ തൊട്ട് ഇറങ്ങിയതാണ്ടാ ഈ പണിക്ക്. മനസ്സിലായ കാര്യം? മനസ്സിലായ?
പണിക്ക് പോകാതെ എന്തെന്ന് ചോദിക്കുന്ന ചേട്ടന്മാരെ തെണ്ടികളെ, ഞാൻ പണിക്ക് പൊയ്ക്കൊണ്ടിരുന്നവൻ തന്നെടാ, പക്ഷേ ഞാൻ പണിക്ക് പോകുന്നവർക്ക് വീടില്ലല്ലോ. ഇവർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ വേറൊരു റീലിൽ കണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 മാസം മുമ്പ് ഇവരെ വീട്ടിൽ നിന്ന് അടിച്ചിറക്കുന്ന ആ പെൺകുട്ടി പറയുന്നത്, നമ്മളെ കാന്താരി പറയുന്ന 2 മാസം മുമ്പ് എന്നെ അടിച്ചിറക്കി, അതിനുശേഷം ഇവരെ ഒരു പുറമ്പോക്ക് സ്ഥലത്തിൽ ചെറിയ ഈ പറയുന്ന ടാർപ്പാളമൊക്കെ വെച്ച് കെട്ടി താമസിക്കുകയാണ്. അപ്പം പറഞ്ഞ് ഞാൻ പണിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്, അതിനർത്ഥം ഇപ്പം പണിക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇവൻ പണിക്ക് പോകുമ്പോൾ വേറെ വീടില്ലാത്തത് കൊണ്ടായിരിക്കാം ഈ പെൺകുട്ടി ഏത് സ്റ്റേഡിയത്തിൽ പോയിരിക്കുമെന്ന്. സ്റ്റേഡിയത്തിൽ പോയിരിക്കുമ്പോൾ അവിടെ ഇത്രയും ദാരിദ്ര്യം പിടിച്ച അവന്മാർ ഈ പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നറിയാമോ? കമന്റ് അടിക്കുക മാത്രമല്ല എന്തൊക്കെ ചെയ്തു എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ എൻ്റെ കാന്താരി പറഞ്ഞു, ചേട്ടൻ ജോലിക്കൊന്നും പോണ്ട, എന്നെ ഇവിടെ ഇട്ട് കഴിഞ്ഞാൽ ഇവന്മാർ കൊത്തി വലിക്കും, കഴുകന്മാരെ പോലെ കൊത്തി വലിക്കും. അതുകൊണ്ട് ചേട്ടൻ ജോലിക്കൊന്നും പോണ്ട, ചേട്ടൻ ഇതുപോലെ ഈ പറയുന്ന റീലൊക്കെ ഇട്ടുകൊണ്ടിരുന്നാൽ മതി എന്ന് ഭാര്യ പറഞ്ഞതിന്റെ പേരിൽ മാത്രമാണ് പട്ടികളെ ഞാൻ ജോലിക്ക് പോവാത്തത്. മനസ്സിലായോ? ഇനി അവൻ്റെ അടുത്ത് നിന്ന് കയറരുത്. അവൻ ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞു. അടുത്ത മറ്റൊരു റീല് കാണാം. ഹായ് ഫ്രണ്ട്സ്, ഇവളിനെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം, മനസ്സിലായാ? അല്ല പിന്നെ ചങ്കൂറ്റുണ്ടാ എന്റെ നെഞ്ചത്ത്, ഇവളെ എങ്ങനെ നോക്കണം എന്നുള്ളത് മനസ്സിലായില്ലേ? ഇതിന് ആന്റെ ഓസാലും എനിക്ക് വേണ്ട, മനസ്സിലായാ? മനസ്സിലായി. ചെറിയാണ് വിളിച്ചത്, എനിക്കറിയില്ല. മനസ്സിലായ? എവളെ എങ്ങനെ നോക്കണമെന്ന് എനിക്കറിയാം. നിങ്ങളാരും പറഞ്ഞടാ. ചങ്കൂറ്റുകൊണ്ട് മെയിൻ അവന്റെ നെഞ്ചിലാണ് നമ്മൾ വാസിക്കുന്നത്. അവളെ നോക്കാനുള്ള ചങ്കൂറ്റമുണ്ട്. നിങ്ങളാരും വന്ന് എന്നെ ഉപദേശിക്കണ്ട, കേട്ടടാ എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരുപാട് റീൽസ്, ഒരു 100-200 റീൽസ് അതിനകത്ത് കിടപ്പുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാനൊക്കെ തോന്നുന്ന, മനസ്സിന് സന്തോഷം തോന്നുന്ന പിന്നെ റീൽസ്. ഇതിലേക്ക് എനിക്കൊരു പോസിറ്റീവായിട്ട് തോന്നിയത് ഇവർ തമ്മിലുള്ള ഒരു സ്നേഹം. അതൊരു ഈ പറഞ്ഞതുപോലെ ഒരു ഉടായ്പായിട്ടോ ഈ പറയുന്ന വെച്ചുകെട്ടായിട്ടോ ഇതിനെ ക്യാമറയ്ക്ക് ഫ്രണ്ടിൽ വേണ്ടിയിട്ട് ചെയ്യുന്നതായിട്ടോ മാത്രം എനിക്ക് തോന്നുന്നില്ല. അതെനിക്ക് തോന്നുന്നു രണ്ടുപേർക്കും പരസ്പരം ഒരു ഇഷ്ടമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അങ്ങനെ ബാക്കി നമുക്കറിയാം, ഇപ്പോഴത്തെ റനാസുനെ പോലെയും ഗബ്രി ജാസ്മിനെ പോലെയൊന്നും ഉടായ്പകളല്ല, സ്വന്തം താല്പര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന ഉടായ്പകളല്ലാന്ന് തോന്നുന്നു. പിന്നെ മറ്റൊരു കേസ്, പണിക്ക് പണിക്ക് പോകാതെ സ്വന്തം ഭാര്യയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ റീലിട്ടോണ്ട് കിടന്നു കഴിഞ്ഞാൽ അതിനെ അതൊരു ന്യായമല്ല. മനസ്സിലായോ? ആ കിടക്കുന്നത് കണ്ടല്ലോ, ഡെയിലി കൂലിപ്പണി, നല്ല ആരോഗ്യമുണ്ട്, അസുഖമുള്ളവനൊന്നുമല്ല, നല്ല ആരോഗ്യമാണ്, നെഞ്ചിൽ പലവട്ടം പറ ഇടിക്കുന്നുണ്ട്. അപ്പൊ നല്ല ആരോഗ്യവാനായിട്ടുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ജോലിക്ക് പോയി എങ്ങനെ ഒരു 10-500 രൂപ ഡെയിലി സുഖമായിട്ട് ഉണ്ടാക്കാം. ആ 500 രൂപ ഉണ്ടാക്കി കഴിഞ്ഞാൽ നീ മാസത്തിലൊരു 15 ദിവസം പിന്നെ ജോലിക്ക് പോലെ ഒരു 10-15,000 രൂപ നിനക്ക് കിട്ടും. മനസ്സിലായോ? ഈ 15,000 രൂപ മതി സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ട്. ഒരു വാടക വീട്, നല്ലൊരു വാടക വീട് 1500-2000 കൊടുത്ത് നല്ലൊരു വാടക വീട് കിട്ടും. അപ്പോൾ കൂടുതൽ ഈ പറയുന്ന മറ്റേ മീശ പിരിക്കി ആണത്വം തേങ്ങ എന്ന് പറയുന്നത് കുടിലിൽ കിടക്കുന്നതാണ് ഞാൻ പുറത്തു പോയി കഴിഞ്ഞാൽ അവരെ കഴുകന്മാർ കുത്തി വലിക്കുക എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞുകൊണ്ട് ഷെഡിനകത്ത് ഇട്ടുകൊണ്ട് ഊളത്തരം മാത്രം പറയാതിരിക്കുക, പോയി ജോലി എടുക്കുക. മനസ്സിലായ? ഒരു സുഖമായിട്ട് ജോലി എടുത്താൽ അത് ആ വീടിൽ നിന്ന് മാറി. അതായത് ഇനി ഈ കുടിൽ വെച്ചുകൊണ്ട് ആൾക്കാരുടെ സഹതാപം പിടിച്ചു വെച്ച് അതുവഴി ക്യാഷ് ഉണ്ടാക്കാൻ ആരോഗ്യ ക്യാഷ് അയച്ചു കൊടുക്കുന്നതെന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. ഇപ്പൊ ഒരുപാട് ഒരു സെലിബ്രിറ്റി പരിവേഷം വന്നിട്ടുണ്ട്. കുറെ ആൾക്കാരൊക്കെ വന്ന് ഇവരെ കാണുന്നു, ഫോട്ടോ ഇടുന്നു, ഇവരതിനെ എടുത്ത് പിന്നീട് റീലായിട്ടിടുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ നാളെ നമുക്കറിയാൻ പാടില്ല, നാളെ നമ്മളെ അടുത്ത രണാസുനെ പോലെയൊക്കെ ഫേമസ് ആവുമ്പോഴാണല്ലോ ഇവരുടെയൊക്കെ അഹങ്കാരങ്ങളും ഒക്കെ പിന്നെ പുറത്തു വരുന്നത്. അതുവരെ അയ്യോ എനിക്ക് ഒന്നുമില്ല, എനിക്ക് എന്തെങ്കിലും തരട്ടെ, ഞാൻ തെണ്ടിയാണ് ജീവിക്കണമെന്ന് ഓരോരുത്തർ നിന്നൊക്കെ വാങ്ങും. അവസാനം അതൊക്കെ വാങ്ങിച്ച് റെഡിയായി 4 പൈസ അവിടെ കൂടെയൊക്കെ വരുമ്പോൾ തന്നവനെ തന്നെ തെറി വിളിക്കും. ഇതാണല്ലോ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ ഒന്നും ആവാതിരുന്നാൽ മതി. എന്തായാലും എനിക്ക് ഇതിനകത്ത് ഒരു പ്ലസ് പോയിന്റ് മാത്രമേ ഞാൻ കാണുന്നുള്ളൂ. അവർ തമ്മിലുള്ള സ്നേഹം അത് ആത്മാർത്ഥതയോടുകൂടിയുള്ള സ്നേഹമാണെന്ന് തോന്നുന്നു, അറിയില്ല. ചില സംസാരം കേൾക്കുമ്പോൾ ഇവൻ നല്ല അടിച്ച് കിണ്ടിയായിട്ടിരുന്ന് സംസാരിക്കും പോലെ തോന്നും. പക്ഷേ നമ്മളെ കാന്താരി പറയുന്നത് എൻ്റെ ചേട്ടൻ സിഗരറ്റ് വലിയോ പുകവലിയോ മദ്യപാനോ ഒന്നും ഇല്ല എന്നാണ്. പക്ഷെ കണ്ടു കഴിഞ്ഞാൽ ഇതെല്ലാം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കള്ളങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതാണ്. എന്തായാലും നന്നായി വരട്ടെ. നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് അറിയപ്പെടും. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.